കഴിഞ്ഞ ദിവസം നമ്മൾ മാളിൽ പോയ സമയത്ത് അവർക്ക് ടിഫിൻ കൊടുക്കാൻ പാകത്തിനായിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ഐറ്റംസ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പുറത്ത് ഞാൻ ചോറ് ഊറ്റാണ്. തലേ ദിവസം രാത്രി നമ്മൾ ചോറിങ്ങനെ ഇറക്കി വെക്കും കേട്ടോ. ഈ ഒരു കൊട്ടയ്ക്ക് ഭയങ്കര സുഖമാണ്, മൊത്തം ഇങ്ങനെ ഊറ്റാൻ നിൽക്കേണ്ട, മൊത്തം ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വാറ്റാൻ വെച്ചാൽ മതി, വെള്ളം കംപ്ലീറ്റ് വന്ന് കിട്ടിക്കോളും. നമുക്ക് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പാറുക്കുട്ടി ഇത് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പാറുവിനെ എണിപ്പിക്കാൻ ഞാനൊരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇന്ന് നല്ല മോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം രാത്രി കുറച്ചധികം കൗൺസിലിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കളത്തിൻ്റെ പരിപാടി മേമയും മോളുടെയും വകയാണ്. എനിക്ക് ആ പരിസരത്തേക്ക് അടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ പരിമിതി ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അവിടെ ഞാൻ നോക്കി നിന്നപ്പോഴത്തേനും ഇവിടത്തെ നല്ല കടല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയും ചോറും തൈരും കോമ്പിനേഷനിൽ ഇവർ ചോറ് നന്നായിട്ട് കഴിച്ചോളും. ഈ ഒരു മസാലപാത്രം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നായിരുന്നു കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതൊരു 1000 രൂപ റേഞ്ചിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 700 ചില്ലാനും 600 ചില്ലാൻ റേറ്റിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കടല ഞാൻ കുത്തിക്കാച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് നാളികേരം ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ നാളികേരം ചെരുകി സെപ്പറേറ്റ് ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടു കേട്ടോ. ഈ കടലപ്പുഴുക്കിൽ നല്ല രീതിയിൽ നാളികേരവും നല്ലൊരു ഗരം മസാലയുടെ മണമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിക്കൊക്കെ കൂട്ടി കഴിക്കാനും ചോറും മീൻകറിക്കൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കടലപ്പുഴുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് അത്തപ്പൂക്കളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ എണീറ്റ് വന്നപ്പോൾ അവനെ പറഞ്ഞ് സെറ്റാക്കാൻ നോക്കുകയാണ് കേട്ടോ പാറു. കഞ്ഞി കൊടുക്കലും പഠിക്കലും മുടികെട്ടലും യൂണിഫോം ഇടലും ഒക്കെ ഒരുമിച്ചാണ്. എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നേരം വൈകും. വെനസ്ഡേ മാത്രം ഞാൻ ഈ ഒരു സാധനം തലയിൽ തേക്കാറുണ്ട്. കാരണം കുറേ ബേബി ഹെയർസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിൽ മുടി ഫുൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ നോക്കിപ്പോണ്ടാ നമ്മുടെ ചെറിയ കാറ് അവിടെ പണി തന്നപ്പോൾ ഏട്ടൻ ഉന്തി കൊടുത്ത് അതിന് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതേ പോവേണ്ട സമയമായി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ വിചാരിക്കും പാറുമോൾക്ക് ഇത് രാവിലെ കൊടുക്കണമെന്ന്. ഇത് അവൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള 2 ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വില കുറവിനിട്ടാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇങ്ങനത്തെ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം. ഈ വലിയ പിള്ളേർക്ക് വലിയ നോട്ട്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് പേജുള്ള ഒരു 300-400 പേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ബുക്കിൽ. അങ്ങനെ ഒരു ബുക്കും. അപ്പം ഞാൻ പാറുന്ന ചെറിയൊരു നോട്ട്സൊക്കെ അതിൽ എഴുതി വെച്ചിട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അവൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്തോളും. അപ്പോൾ ഇത് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ അവളെ കയ്യിൽ ഇത് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പം മലയാളം അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. ഇങ്ങനെ വായിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിട്ട് ഈ സാധനം വായിച്ചെടുത്തു, ഞാൻ പറഞ്ഞൊരു സാധനം. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാനത് സൂക്ഷിച്ച് വെച്ചോളാം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പറയണ്ട, അമ്മ ഇതിലേക്ക് 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ബുക്ക് ഉണ്ടല്ലോ എന്ന്. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ?